ഹായ് ഹലോ നമസ്കാരം. ഒരുപാട് ഓണ്ടർപ്രണേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു മേജർ ഇഷ്യൂ ആണ് അവരുടെ ഓർഗനൈസേഷനിൽ കൃത്യമായ സ്റ്റാഫിനെ കിട്ടുന്നില്ല. ഇന്റർവ്യൂ കഴിഞ്ഞിട്ടും ജോയിൻ ചെയ്യുന്നില്ല. ഇനി ജോയിൻ ആളുകൾ ചുരുങ്ങിയ സമയം കൊണ്ട് റെസിഗ്നേഷൻ ഇട്ട് പോകുന്നു. ആളുകൾ വന്നു പോയിട്ടും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ടീം, പ്രൊഡക്റ്റീവ് ആയിരിക്കുന്ന ഒരു ടീമിനെ ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത് എന്ന് നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. ഒരുപാട് പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷനിൽ നല്ലൊരു വർക്ക് കൾച്ചർ ഇല്ല എന്നതാണ്. ഇനി എങ്ങനെയാണ് നല്ലൊരു വർക്ക് കൾച്ചർ നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടാക്കുക എന്നതാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അക്കൗണ്ടബിലിറ്റി. സമയം കിട്ടുമ്പോഴൊക്കെ അവർ വഴക്ക് പറയുന്നതിന് പകരം കൃത്യമായ റിവ്യൂ മെക്കാനിസം കൊണ്ടുവരികയും കൃത്യമായ ഫീഡ്ബാക്ക്, വേർ ടു കറക്റ്റ്, എന്ത് മോശമായി, എന്തുകൊണ്ട് മോശമായി, അതെങ്ങനെ ഭംഗിയാക്കാം എന്നുള്ള ഒരു റിവ്യൂ ഫീഡ്ബാക്ക് സിസ്റ്റം നിങ്ങളുടെ ഓർഗനൈസേഷനിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. രണ്ടാമത്തത് ബിലോങ്ങിങ് ആയിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടി കാണുകയും വളരെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ബോധ്യം അവരിൽ ഉണ്ടാക്കുകയും ചെയ്യുകയാണ് രണ്ടാമത്തെ സൊല്യൂഷൻ. ആൻഡ് തേർഡ് വൺ ഈസ് കോച്ചിങ്. ഏതൊരു എംപ്ലോയിയുടെയും ദൗർബല്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവൻ അത് ഇംപ്രൂവ് ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുക്കാം, മെന്ററിംഗ് കൊടുക്കാം, അവന്റെ സ്കിൽസ് അപ്ലിഫ്റ്റ് ചെയ്യാവുന്ന റെഗുലർ ആക്ടിവിറ്റീസുകൾ നമ്മുടെ ഓർഗനൈസേഷനിൽ കണ്ടക്ട് ചെയ്യാൻ ശ്രമിക്കാം. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് ഡിസിഷൻ മേക്കിംഗ്. ചുമ്മാ ഒരുപാട് നേരം ഒരുപാട് മീറ്റിംഗ് നടത്തുന്നതിന് പകരം ഡിസിഷൻ മേക്കിംഗ് ഡെക്കോറും നമ്മുടെ ഓർഗനൈസേഷനിൽ കൊണ്ടുവരാൻ ശ്രമിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കഥ പറയുന്നതിലല്ല, കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് കാര്യം എന്നുള്ള ഡെക്കോറും അല്ലെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ ഓർഗനൈസേഷനിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക, വിച്ച് വിൽ മേക്ക് മോർ പ്രൊഡക്റ്റീവ്. പ്ലസ് എൻകറേജ്മെന്റ്. ടീം മെമ്പേഴ്സിന്റെ സജഷൻസ്, അവരുടെ ഐഡിയ, അവരുടെ ഗുഡ് വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും അവർക്ക് അതിനുള്ള റിവാർഡ്സ് നൽകുകയും അവരെ പോസിറ്റീവായി നിർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ കമ്മിറ്റഡ് ആയിരിക്കുന്നതും കോൺഫിഡന്റ് ആയിരിക്കുന്ന ടീമിനും ഫോം ചെയ്യാൻ പറ്റും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷനിൽ അനാവശ്യമായ പ്രഷേഴ്സിനെ കളഞ്ഞിട്ട് പ്ലഷറിനെ കൊണ്ടുവരാൻ ശ്രമിക്കാം. ലെറ്റ് ദ എംപ്ലോയി ഹാപ്പി വിത്ത് യുവർ ഓർഗനൈസേഷൻ. ലെറ്റ്സ് ഹാവ് എ ട്രൈ ദിസ് ടിപ്സ്. Definitely it will work. Thank you so much.